അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഇവിടെ നിർത്തിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ഡെൽമി. ഞാൻ പള്ളിക്കരയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് അനൂപ്. ഇതെൻ്റെ ഇളയ മകൻ ഡെൽവിൻ തോമസ് അനൂപ്. ഞാൻ ആദ്യമായിട്ട് ഇവിടേക്ക് ഉടമ്പടി എടുക്കാൻ കടന്നു വരുന്നത് എൻ്റെ ഒരു ചേച്ചി വഴിയായിട്ടാണ്. ചേച്ചി എന്നോട് പറയും, നീ പോയി പ്രാർത്ഥിക്കുക, നിൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ ചെന്നാൽ സാധിക്കും, നീ മക്കൾക്ക് വേണ്ടി അവിടെ ചെന്ന് പ്രാർത്ഥിക്കുമെന്ന് പറയുമായിരുന്നു. അന്ന് പക്ഷേ ഞാൻ കരുതി എല്ലായിടത്തും മാതാവുണ്ടല്ലോ, നമ്മൾ എന്തിനാ ഇനി അവിടെ പോയി പ്രാർത്ഥിക്കണേ എന്നൊരു ചിന്താഗതിയായിരുന്നു എനിക്ക്. പിന്നീട് അമ്മ അതെനിക്ക് മാറ്റി തന്നു. ഞാൻ ഇവിടെ വന്നം ഉടമ്പടി എടുക്കണം എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നതോടുകൂടി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് തീരുമാനിച്ചു. പക്ഷേ എനിക്ക് പല സാങ്കേതിക കാരണങ്ങളാലും ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കാനായിട്ട് സാധിച്ചില്ല. ഞാൻ അങ്ങനെ ആദ്യം ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു. ഓൺലൈൻ ഉടമ്പടിയിലായിരിക്കുന്നതിന് മുൻപ് തന്നെ എനിക്ക് നേർച്ച വസ്തുക്കളൊക്കെ കിട്ടിയിരുന്നു. ഞാൻ അതെല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് 2025 ജൂലൈ 24 ഞാനിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ഞങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥനയും എല്ലാ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഒരു ദിവസം എൻ്റെ ഈ ഇളയ കുഞ്ഞ് സ്റ്റെയറിൻ്റെ മേളിൽ കയറി. അതിൻ്റെ ഹാൻഡ് റെയിലിൽ ഇവർ കയറി കളിക്കുന്ന ഒരു പതിവ് ഇവർക്കുണ്ട്. പക്ഷേ ഇവർ സുഖമായിട്ട് ഊർന്നിറങ്ങുകയും കളിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മളത് അത്ര ശ്രദ്ധിക്കലുണ്ടായിരുന്നില്ല. ഒരു ദിവസം അവനത് കയറി ഒരു 8 അടി ഹൈറ്റിൽ ഹാൻഡ് റെയിലിൽ നിന്ന് അവൻ നേരെ തറയിലോട്ട് തലയടിച്ചാണ് താഴെ വീണത്. പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല. കൊച്ചു കരയണു. നമ്മൾ പിന്നെ എടുക്കുമ്പോൾ കൊച്ചിൻ്റെ കഴുത്ത് ഇങ്ങനെ ഒടിഞ്ഞ് കുഞ്ചി തൂങ്ങിക്കിടക്കുക. എന്താ ചെയ്യേണ്ടതെന്നറിയാത്തൊരവസ്ഥ. പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ അടുത്ത് കണ്ടത് വേഗം തൈലമാണ്. ഞാൻ വേഗം തന്നെ മാതാവിൻ്റെ ഉടമ്പടി തൈലം എടുത്തു. വിശ്വാസ പ്രമാണം ചൊല്ലി കൊച്ചിൻ്റെ കഴുത്തേൽ പുരട്ടി അവൻ്റെ നെറുകയിൽ കുരിശു വരച്ചു. അത് കഴിഞ്ഞു ഉടമ്പടി വസ്തുവായ ഉപ്പ് അവന് നാക്കിൽ വെച്ചു കൊടുത്തു, തേനും വെച്ചു കൊടുത്തു. നിമിഷങ്ങൾക്കകം അവൻ തല പൊക്കി കഴുത്ത് നേരെ പിടിച്ചു. താഴെ നിൽക്കൂലായിരുന്നു. അവൻ കാല് താഴെ കുത്തി. പക്ഷെ എങ്കിലും ഇവനിങ്ങനെ കരച്ചിൽ നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഇവൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ വിചാരിച്ചു എന്നാൽ എനിക്ക് ഇത്തിരി കഴിയുമ്പോഴത്തേനും ഓക്കെ ആവും, കുഴപ്പമില്ല. പക്ഷെ ഇവൻ ഉറക്കത്തിൽ നിന്ന് 5 മിനിറ്റ് കൂടി എഴുന്നേക്കും. തലവേദന എടുക്കണമെന്ന് പറഞ്ഞ് കരയുക. തലയുടെ വലത് സൈഡ് അവൻ്റെ മുഴച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളപ്പം തന്നെ കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. തൊട്ടടുത്തുള്ള സാമ്രാജ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവൻ ഉറങ്ങി പോവുക. ഇവൻ്റെ യാത്രയിലൊക്കെ ഇവൻ അവിടെ എത്തുമ്പോഴത്തേനും ഇവൻ ഉറങ്ങി പോവുക. അപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്നാ സിംറ്റം. ഞാൻ പറഞ്ഞു ഇവനിങ്ങനെ ഉറങ്ങി പോകുന്നുണ്ട്, വേറെ എന്തെങ്കിലും കാണിച്ചു? ഞാൻ പറഞ്ഞു വേറെ ഉറങ്ങി പോണു, വേറെ ഒന്നുമില്ല. ഛർദ്ദിച്ചോന്ന് ചോദിച്ചു. അപ്പം ഛർദ്ദിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു പക്ഷേ ഈ സിംറ്റം അത്ര നല്ലതല്ല, അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം കൊച്ചിനെ രാജഗിരി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോക്കോ, അവിടെ നല്ല ന്യൂറുണ്ട്, അവിടെ കൊണ്ടുപോയി കാണിക്കി എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ അപ്പം തന്നെ മടക്കി വെച്ചു. ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. നിമിഷങ്ങൾക്ക് അവൻ ഛർദ്ദിക്കാൻ തുടങ്ങി. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു. ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായതുകൊണ്ട് ഞങ്ങൾ കോലഞ്ചേരിയിലേക്ക് മെഡിക്കലിലോട്ട് കൊണ്ടുപോകാനായിട്ട് തീരുമാനിച്ചു. ഞങ്ങളങ്ങനെ മെഡിക്കലിൽ ചെന്നു. ഡോക്ടർ ചോദിച്ചു എന്തൊക്കെയാണ് സിംറ്റം. കൊച്ചു ഛർദ്ദിച്ചു, കൊച്ചു ഉറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു. ഡോക്ടർ പറഞ്ഞു 4 മണിക്കൂർ നമുക്ക് ഇവരെ ഒബ്സർവേഷനിൽ വെക്കണം, അത് കഴിഞ്ഞിട്ട് ബാക്കി എന്ത് വേണമെന്ന് അപ്പം തീരുമാനിക്കാം. CT സ്കാൻ കുഞ്ഞായതുകൊണ്ട് ഒറ്റയടിക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റത്തില്ല, റേഡിയേഷൻ കൂടുതലായിട്ട്, നിങ്ങളോട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കൊന്ത ചൊല്ലി, വിശ്വാസ പ്രമാണം ചൊല്ലി, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. മാതാവേ ഇനി എൻ്റെ കുഞ്ഞിൻ്റെ മേത്ത്, അതിനിപ്പോൾ ഇവൻ ഛർദ്ദിച്ച കാരണം ഒരു ഇഞ്ചക്ഷൻ അവനെടുത്തു ഛർദ്ദിക്കാതിരിക്കാൻ വേണ്ടി. പിന്നെ ഞാൻ മാതാവിനോട് ഇനി അവൻ്റെ മേത്ത് ഇനി ഒന്നും ചെയ്യാനായിട്ട് മാതാവ് ഇടവരുത്തിയേക്കരുത്, ഒരു സ്കാൻ ചെയ്യാനോ ഒരു മരുന്ന് പോലും, ഒരു പോറൽ പോലും ഇനി എൻ്റെ കുഞ്ഞിൻ്റെ മേത്ത് പറ്റില്ല, ഞാനിവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യപ്പെടുത്തിയേക്കാമേന്ന് നേർന്നു. ഇത് കഴിഞ്ഞ് അവൻ കിടന്നങ്ങ് ഉറങ്ങി. ഉറക്കം കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേന് ഇവൻ എഴുന്നേറ്റു. പിന്നെ നടന്നത് അത്ഭുതമായിരുന്നു. പിന്നെ അവൻ അത്ര നേരം മിണ്ടില്ല, കണ്ണ് തുറക്കില്ല, ചിരിക്കില്ല, സംസാരിക്കില്ല, ഒന്നുമില്ലാതിരുന്ന കുഞ്ഞ് അത് കഴിഞ്ഞിട്ട് അവൻ പഴയതുപടിയായി. എങ്ങനെയാണോ എൻ്റെ കുഞ്ഞ് പണ്ട് നടന്നിരുന്നത് അതുപോലെ അവൻ താഴെ ഇറങ്ങാൻ തുടങ്ങി, ഓടിക്കളിക്കാൻ തുടങ്ങി, ചിരിക്കാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി.
അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു അവന് ഭക്ഷണം കൂടി മേടിച്ചു കൊടുക്ക്, അത് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. ഭക്ഷണം കൊടുത്തു, അവന് ഒരു കുഴപ്പമില്ല. 4 മണിക്കൂർ ഒബ്സർവേഷനിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യണമെന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ ഡോക്ടർ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ കൊച്ചിന് ഒരു കുഴപ്പമില്ല, നിങ്ങൾ വീട്ടിൽ പൊക്കോ, ഒരു പ്രശ്നമില്ല, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ വന്നേച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങളെ ഹോസ്പിറ്റലിൽ വിട്ടു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിന് ഞങ്ങൾ നന്ദി പറയാണ്. അതുപോലെ തന്നെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് എൻ്റെ ഭർത്താവിന് ഒരു രോഗസൗഖ്യം കിട്ടി. കാലിലൊരു വ്രണം ഉണ്ടായിരുന്നു, 5-8 മാസത്തിന് മേളിലായൊരു വ്രണ, ചുമ്മാ ഒന്ന് കടിച്ച് മാന്തി പൊട്ടിയതാണ് കാലിൽ. അത് എന്ത് ചെയ്താൽ ഉണങ്ങില്ല. നമ്മൾ കുറേ ഓയിൽമെൻറ്റുകൾ സാധനങ്ങളൊക്കെ പുരട്ടി, പക്ഷേ ഇത് ഒരിക്കലും മാറണില്ല. ഓരോ ദിവസം ചെല്ലുന്നതോറും ആ വ്രണത്തിൻ്റെ വലിപ്പം കൂടി വലുതായി വരുന്നതല്ലാതെ അതിനകത്തൊരു മാറ്റവും സംഭവിക്കുന്നില്ല. വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി വസ്തുക്കൾ ഉപ്പും തേൻ കഴിക്കാൻ കൊടുത്തു, ഉപ്പും തൈലവും കാലയിൽ പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ രോഗസൗഖ്യം ലഭിച്ചു. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. അമ്മ മാതാവിന് 1000 നന്ദി. ഇതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നന്ന് ഞാനൊരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് 4 കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വേറെ ആരുമില്ല, ഞാനും ഹസ്ബൻഡും 4 കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പുറത്ത് പോയിട്ട് ഒരു ജോലി ചെയ്യാൻ പറ്റിയ ഒരു അവസ്ഥയൊന്നും അല്ലായിരുന്നു. അപ്പം എൻ്റെ ഹസ്ബൻഡ് ഒരു ഓട്ടോ ഡ്രൈവറാണ്, ഓട്ടോയാണ് ആൾക്ക് സ്വന്തമായിട്ട് ഓട്ടോ. അപ്പം ഞങ്ങൾക്ക് അതുകൊണ്ട് മാത്രം ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് പോവില്ല. അപ്പോൾ മാതാവിനോട് എനിക്ക് വീട്ടിലിരുന്ന് ചെയ്യാനായിട്ട് ഒരു വരുമാന മാർഗം, അതൊരു ജോലി ഞാൻ മാതാവിനോട് നിയോഗം വെച്ചു. ഇവിടെ നിയോഗം വെച്ചിട്ട് പോയി 90 ദിവസത്തെ കാലാവധി കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ ഒരാൾ വിളിച്ചിട്ട് വീട്ടിലിരുന്ന് എനിക്ക് ജോലി ചെയ്യാൻ മാതിരിയുള്ളൊരു സൗകര്യം ഒരുക്കി തന്നു. എനിക്കൊരു ജോലി കിട്ടി. ദൈവത്തിന് നന്ദി. ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള സാലറി ഉണ്ട്. ദൈവം സഹായിച്ചിട്ട് കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നു. അമ്മ മാതാവിന് നന്ദി. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങൾ ഞാൻ വീടുകൾ കയറി ഇറങ്ങി നടന്ന് കൊടുക്കുമായിരുന്നു. കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ പറയുമായിരുന്നു. പിന്നെ പള്ളികളിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അതുപോലെ ഡെയിലി ബ്രെഡ് കൂടുമായിരുന്നു. ചൊവ്വാഴ്ചയിൽ ഉടമ്പടി ധ്യാനം, സാക്ഷ്യം കേൾക്കാന്ന് പറഞ്ഞൊരു ഹരമായി തീർന്നു സത്യം പറഞ്ഞാൽ. രാവിലെ ഇവരെ ഒക്കെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ സാക്ഷ്യം കേൾക്കാനിരിക്കും. എത്ര സാക്ഷ്യം കാണുന്നു, അത് ഷെയർ ചെയ്യുന്നു, ഓരോരുത്തർക്ക് ഷെയർ ചെയ്യുന്നൊന്നും പറയാൻ വയ്യ. അത്രയധികം സാക്ഷ്യങ്ങൾ കാണുന്നുണ്ട്. സാക്ഷ്യങ്ങളാണ് ഇന്ന് എന്നെ ഇവിടെ നിർത്തി ഒരു സാക്ഷ്യം പറയാനായിട്ട് എത്തിച്ചത്. അതിന് അമ്മ മാതാവിന് നന്ദി പറയുകയാണ്. അതുപോലെ കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്യുന്നത്, ഞങ്ങൾ വൃദ്ധസദനങ്ങളിൽ പോകും. പിന്നെ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളൊക്കെ ഉള്ളിടത്ത് അവിടെയൊക്കെ പോയിട്ട് അവരുടെ കൂടെ കുറേ സമയം ഞങ്ങൾ ചിലവഴിക്കും. ഒരു സ്ഥലത്ത് തന്നെയായിട്ട് പോകാറില്ല. എനിക്ക് ഓരോ സ്ഥലത്തും പല സ്ഥലങ്ങളിൽ പോകണം, ഓരോരുത്തരെ കാണണം. എൻ്റെ കുഞ്ഞുങ്ങളെയും കൂട്ടി തന്നെ ഞാൻ പോകാറുള്ളൂ. അവരും കാണുന്ന നമ്മുടെ ഇടയിൽ ഇങ്ങനെയുള്ളവരുണ്ട്. ദൈവം നമുക്ക് തന്നത് എത്രയോ വലിയ അനുഗ്രഹങ്ങളാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ തിരിച്ചറിയണമെന്നുള്ളതുകൊണ്ട് കുഞ്ഞുങ്ങളെയും കൂട്ടി തന്നെ പോകാറ്. അവിടെ ചെല്ലും, അവരുടെ അടുത്ത് കുറേ നേരം സംസാരിക്കും. അവർക്ക് വേണ്ട ഗ്രോസറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അതുപോലെ ക്ലീനിങ് ഐറ്റംസൊക്കെ വാങ്ങിച്ചു കൊടുക്കും. ഇതൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാരുണ്യപ്രവർത്തികൾ. ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം സമർപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ 66 9 വാക്യം. അവിടുന്ന് നമ്മുടെ ജീവൻ കാത്തു പാലിക്കുന്നു, നമ്മുടെ കാലിടറാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഡെൽമി അനൂപ് പള്ളിക്കര തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഉടമ്പടിയെക്കുറിച്ച് അറിയുവാനും ഉടമ്പടി എടുക്കുവാനുള്ള സാഹചര്യം ഇവങ്ങളുടെ വാക്കിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക ചെയ്യുന്നുണ്ട്. അനുഭവ സാക്ഷി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക, ഇളയ കുഞ്ഞിന് 8 അടിയിൽ നിന്ന് താഴേക്ക് വീണുപോയതാണ്. അതിനെ തുടർന്നാണെങ്കിലും നമുക്ക് ഡെൽമിയുടെ വാക്കിൽ നമുക്ക് മനസ്സിലാക്കിയിട്ട് സാധിക്കുക വളരെയേറെ ബുദ്ധിമുട്ടുകളായിരുന്നു. കാരണം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോഴാണെങ്കിലും നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചാണെങ്കിലും അത് വളരെയേറെ ഒരു ടെൻഷനിലൂടെയാണ് ആ ഒരു സമയം മുഴുവനായിട്ട് കടന്നു പോവുകയും ചെയ്തത്. എന്നാൽ ഉടമ്പടിയിലായിരുന്നത് കൊണ്ടും പരിശുദ്ധമ്മയോട് ചേർന്നുള്ള ഉറച്ച വിശ്വാസം തന്നെ ഈ കുഞ്ഞിനെ യാതൊരു വിധമായ ആപത്തും കൂടാതെ കണ്ട് തന്നെ പരിശുദ്ധ അമ്മ തിരികെ നൽകുകയും ചെയ്ത്, അതോടൊപ്പം തന്നെയാണെങ്കിലും തൻ്റെ ജീവിത പങ്കാളിക്ക് കിട്ടിയ രോഗസൗഖ്യവും കുറേ നാളായിട്ട് കൊണ്ട് നടന്നിരുന്ന വ്രണം അത് പൂർണ്ണമായിട്ട് ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗത്തോടുകൂടി അത് പൂർണ്ണമായൊരു രോഗസൗഖ്യമായിട്ട് നൽകുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണെങ്കിലും തനിക്ക് സ്ഥിരമായിട്ടുള്ള ഒരു ജോലി
അത് ഓൺലൈനായിട്ട് അത് ചെയ്തു കൊടുക്കുവാനുള്ള ഒരു വലിയൊരു അനുഗ്രഹം പരിശുദ്ധ അമ്മയിലൂടെ അത് അനുഗ്രഹം ലഭിക്കുകയൊക്കെ ഉണ്ടായി. അതോടൊപ്പം തന്നെയാണെങ്കിലും പ്രേക്ഷിത പ്രവർത്തനങ്ങളാണെങ്കിലൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ സാക്ഷ്യം കേൾക്കുക എന്ന്. കാരണം സാക്ഷ്യം കേൾക്കുമ്പോൾ കൂടുതലായിട്ട് ഉടമ്പടിയോട് ചേർന്നുകൊണ്ട് മുമ്പോട്ട് പോകുവാനായിട്ട് ഈ കുടുംബത്തെ നിരവധിയായിട്ട് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം കൂടുതലായിട്ട് കൂടെ ഉണ്ടായിരുന്നു. ഇനിയും ഈ ഉള്ള യാത്രയിൽ മുമ്പോട്ട് പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഇനിയും ഈ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.